ലോകത്തെ ഞെട്ടിച്ച റഷ്യ ഉത്തര കൊറിയ രഹസ്യ സൈനിക സഖ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. റഷ്യയും ഉത്തര കൊറിയയും ചേർന്ന ഏറ്റവും പുതിയതായി മെനഞ്ഞെടുത്ത ആ ഭീകരമായ സൈനിക തന്ത്രം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തെ നടുക്കിയ ആ ഞെട്ടിക്കുന്ന സത്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത്. കിം ജോങ് ഉന്നിന്റെ രാജ്യം ഒരിക്കലും മന്ദഗതിയിലാക്കാത്ത ഒരൊറ്റ മേഖലയാണുള്ളത്. അതാണ് ആയുധ നിർമ്മാണം. സ്വന്തം ജനത പട്ടിണി കിടക്കുമ്പോഴും അവർ പടുത്തുയർത്തിയത് പടുകൂറ്റൻ ഭൂഗർഭ ആയുധശാലകളും മിസൈൽ ഫാക്ടറികളുമാണ്. ഈ അടുത്ത പാശ്ചാത്യ വിദഗ്ധർ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയ നിമിഷങ്ങൾ വരെ ഉണ്ടായി. അതെ, ഞെട്ടിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി തന്നെ നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുകയാണ് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെയും റഷ്യൻ നേതാവ് പുടിന്റെയും ആ നിർണായകമായ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന്. നമ്മുടെ ലോകം മുഴുവൻ ഒരു വൻ ദുരന്തത്തിന്റെ വക്കിലാണോ ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത്? ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ തകിടം മറിക്കുന്ന ആ അവിശ്വസനീയമായ രഹസ്യങ്ങൾ പൂർണ്ണമായി അറിയാൻ ഈ വീഡിയോ തീർച്ചയായും അവസാനം വരെ കാണുക. ലോക ഭൂപടത്തിൽ ഏറ്റവും നിഗൂഢവും അടഞ്ഞതുമായ ഒരു അധ്യായമുണ്ട്, ഒരു സാമ്രാജ്യമുണ്ട്, ഉത്തര കൊറിയ. ഉപഗ്രഹ ചിത്രങ്ങൾക്കപ്പുറം അവരുടെ യഥാർത്ഥ സൈനിക ശക്തി എത്രത്തോളമാണെന്ന് കൃത്യമായി അളക്കാൻ ലോകത്തിലെ ഒന്നാം നിര ഇന്റലിജൻസ് ഏജൻസികൾക്ക് പോലും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര സമൂഹം ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും പട്ടിണിയും നേരിടുമ്പോഴും ആ രാജ്യത്തിന്റെ അധികാര സിരാ കേന്ദ്രത്തിൽ ഒരു മേഖലയും ഒരിക്കലും നിശ്ചലമായിരുന്നില്ല. ആ മേഖല അത് അവരുടെ ആയുധ നിർമ്മാണശാലകളായിരുന്നു. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെക്കാൾ റോക്കറ്റുകൾക്കും മിസൈലുകൾക്കും പീരങ്കികൾക്കും പ്രാധാന്യം നൽകിയ കിം ജോങ് ഉന്നിന്റെ ഭരണം വൻകിട ഭൂഗർഭ അറകളിൽ അതീവ രഹസ്യമായി തങ്ങളുടെ ആയുധപ്പുരകൾ പണിതുയർത്തുകയായിരുന്നു. വർഷങ്ങളോളം സൈനിക പരേഡുകളിൽ മാത്രം പ്രദർശിപ്പിച്ചിരുന്ന ഈ ആയുധങ്ങൾ ശത്രുക്കളെ ഭയപ്പെടുത്താനുള്ള വെറും ഡമ്മികളാണെന്ന് കരുതിയവർ നിരവധിയാണ്. പക്ഷേ അവിടെയാണ് ലോകത്തിന് തെറ്റിയത്. 2022 തുടങ്ങിയ റഷ്യ യുക്രൈൻ യുദ്ധം വർഷങ്ങൾ പിന്നിടുമ്പോൾ അത് രണ്ട് അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സാധാരണ പോരാട്ടമല്ലാതായി മാറി. ഒരു വശത്ത് നാറ്റോയും അമേരിക്കയും ചേർന്ന് യുക്രൈന് വൻതോതിൽ അത്യാധുനിക ആയുധങ്ങളും കോടിക്കണക്കിന് ഡോളറുകളുടെ സഹായവും ഒഴുക്കുമ്പോൾ മറുവശത്ത് വ്ളാഡിമിർ പുടിന്റെ റഷ്യ പതറാതെ പിടിച്ചു നിൽക്കാൻ പുതിയൊരു സഖ്യത്തിലേക്ക് തിരിയുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് യൂറോപ്യൻ യുദ്ധഭൂമിയിലേക്ക് കിം ജോങ് ഉന്നിന്റെ ആയുധങ്ങൾ എത്തിച്ചേരുന്നത്. കാര്യങ്ങളുടെ ഗൗരവം നമുക്കൊന്ന് മനസ്സിലാക്കാം. യുക്രൈനിലെ സപ്പോരിഷിയ നഗരത്തിലും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലും വൻ നാശനഷ്ടം വിതച്ചുകൊണ്ട് റഷ്യ തൊടുത്തുവിട്ട മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ പരിശോധിച്ച ഫോറൻസിക് സൈനിക വിദഗ്ധർ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. അവ റഷ്യയിൽ നിർമ്മിച്ചവയല്ലായിരുന്നു, മറിച്ച് ഉത്തര കൊറിയയുടെ ഫാക്ടറികളിൽ നിന്ന് പുറത്തിറങ്ങിയ KL-23 ഹ്വാസോങ് 11A ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നു. റഷ്യയുടെ സ്വന്തം ഇസ്കാൻഡർ M മിസൈലുകളോട് രൂപസാദൃശ്യമുള്ള ഈ മിസൈൽ സോളിഡ് ഇന്ധനത്തിലാണ് പ്രവർത്തിക്കുന്നത്. റോഡ് മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് നിമിഷങ്ങൾക്കകം വിക്ഷേപിക്കാനാവുന്ന ഇത് 600 മുതൽ 900 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കും. എന്നാൽ ഇതിന്റെ ഏറ്റവും അപകടകരമായ പ്രത്യേകത സാധാരണ ബാലിസ്റ്റിക് മിസൈലുകളെ പോലെ ആകാശത്തേക്ക് കുത്തനെ ഉയരുന്നതിന് പകരം വളരെ താഴ്ന്ന ഉയരത്തിൽ അപ്രതീക്ഷിത ദിശകളിലൂടെ പറക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ പാട്രിയറ്റ് അടക്കമുള്ള ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ തകർക്കുക അത്യന്തം പ്രയാസകരമായിരുന്നു. ഇതോടൊപ്പം അമേരിക്കൻ മിസൈലുകൾക്ക് വെല്ലുവിളിയായി ഉത്തര കൊറിയ നിർമ്മിച്ച KN-24 അഥവാ ഹ്വാസോങ് 11B മിസൈലുകളും യുദ്ധമുഖത്ത് ഉപയോഗിക്കപ്പെട്ടു. യുക്രൈനിന്റെ കമാൻഡ് സെന്ററുകൾ, റെയിൽവേ ജംഗ്ഷനുകൾ, ഊർജ നിലയങ്ങൾ, ആയുധപ്പുരകൾ എന്നിവ തകർക്കാൻ ഈ ഉയർന്ന കൃത്യതയുള്ള മിസൈലുകളാണ് റഷ്യ പ്രയോഗിച്ചിരുന്നത്. 2023 അവസാനത്തോടെ തുടങ്ങിയ ഈ ആയുധ കൈമാറ്റത്തിലൂടെ 150-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇതിനകം തന്നെ റഷ്യയിൽ എത്തിച്ചു കഴിഞ്ഞുവെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മിസൈലുകൾ അയച്ചു കൊടുക്കുന്നതിൽ മാത്രം ഒതുങ്ങിയില്ല ഈ കൂട്ടുകെട്ട്. റഷ്യയിലെ വൊറോനേഷ് മേഖലയിൽ
ഉത്തര കൊറിയൻ മിസൈലുകൾ കൃത്യമായി പ്രവർത്തിപ്പിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച കൊറിയൻ സാങ്കേതിക യൂണിറ്റുകളെ നേരിട്ട് വിന്യസിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. റഷ്യൻ ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ ഉത്തര കൊറിയൻ മിസൈലുകളുടെ സാങ്കേതിക കൃത്യത മുൻപത്തേക്കാൾ 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ ഘടകം മിസൈലുകൾ മാത്രമല്ല, പീരങ്കി ഷെല്ലുകളാണ്. പ്രതിദിനം ആയിരക്കണക്കിന് ഷെല്ലുകൾ പൊട്ടിച്ചിതറുന്ന യുദ്ധഭൂമിയിൽ സ്വന്തം ഫാക്ടറികളുടെ ഉൽപാദനം കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ റഷ്യയ്ക്ക് കഴിയുമായിരുന്നില്ല. ആ പ്രതിസന്ധിയിലാണ് ഉത്തര കൊറിയ രക്ഷകരായി മാറുന്നത്. രഹസ്യാന്വേഷണ കണക്കുകൾ പ്രകാരം 80 ലക്ഷം മുതൽ 1.5 കോടിയിലധികം പീരങ്കി ഷെല്ലുകളാണ് ഉത്തര കൊറിയ റഷ്യയിലേക്ക് എത്തിച്ചത്. യുദ്ധമുഖത്ത് റഷ്യ വർഷിക്കുന്ന ആകെ വെടിക്കോപ്പുകളിൽ 25 മുതൽ 40% വരെയും ഉത്തര കൊറിയയിൽ നിന്നുള്ളവയാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ആ സഹായത്തിന്റെ വ്യാപ്തി വളരെ വ്യക്തമാണ്. കൂടാതെ 170 mm സ്വയം സഞ്ചരിക്കുന്ന പീരങ്കികളും 240 mm റോക്കറ്റ് ലോഞ്ചറുകളും ടാങ്ക് വിരുദ്ധ മിസൈലുകളും മുൻനിരയിലെത്തിച്ച യുക്രൈൻ പ്രതിരോധത്തിന് മേൽ സമ്മർദ്ദം നിലനിർത്താൻ റഷ്യക്ക് കഴിയുന്നു. ഈ രഹസ്യ സൈനിക സഖ്യം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വെളിപ്പെടുത്തിയത് പ്രകാരം 30,000 മുതൽ 50,000 വരെ ഉത്തര കൊറിയൻ സൈനികരെ യുദ്ധഭൂമിയിലേക്ക് നേരിട്ട് അയക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഇത് പൂർണ്ണമായും യാഥാർത്ഥ്യമായാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ യുദ്ധത്തിനായി ഇത്രയും വലിയ സൈന്യത്തെ അയക്കുന്ന അപൂർവ സംഭവമായി അത് ചരിത്രത്തിൽ മാറും. ഇവിടെ ഉയരുന്ന സ്വാഭാവികമായ ഒരു ചോദ്യം, റഷ്യക്ക് ഇത്രയധികം ആയുധങ്ങളും സൈന്യത്തെയും വിട്ടുകൊടുക്കുമ്പോൾ കിം ജോങ് ഉന്നിന് എന്താണ് തിരികെ ലഭിക്കുന്നത് എന്നാണ്. അവിടെയാണ് കിം ജോങ് ഉന്നിന്റെ വൻ തന്ത്രങ്ങൾ വെളിപ്പെടുന്നത്. സാമ്പത്തിക ഭക്ഷ്യ സുരക്ഷയാണ് അതിലൊന്ന്. വർഷങ്ങളായി കടുത്ത ക്ഷാമം നേരിടുന്ന ഉത്തര കൊറിയയിലേക്ക് റഷ്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് ടൺ ഭക്ഷ്യധാന്യങ്ങളും അസംസ്കൃത എണ്ണയും പണവും എത്തും. ബഹിരാകാശ സാങ്കേതിക വിദ്യയാണ് അടുത്തത്. സ്പൈസ് സാറ്റലൈറ്റുകൾ വിജയകരമായി വിക്ഷേപിക്കാനുള്ള റഷ്യൻ റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉത്തര കൊറിയ സ്വന്തമാക്കും. അടുത്തതായി ആണവ മിസൈൽ നവീകരണമാണ്. ആണവ അന്തർവാഹിനികൾ, ഹൈപ്പർസോണിക് സംവിധാനങ്ങൾ, അത്യാധുനിക വ്യോമ പ്രതിരോധം എന്നിവ വികസിപ്പിക്കാനുള്ള നിർണായക റഷ്യൻ സാങ്കേതിക രഹസ്യങ്ങൾ ഉത്തര കൊറിയയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. കൂടാതെ സ്വന്തം ആയുധങ്ങൾ യഥാർത്ഥ യുദ്ധ സാഹചര്യത്തിൽ പരീക്ഷിച്ച് കൂടുതൽ മാരകമാക്കാനും ഡ്രോൺ, ഇലക്ട്രോണിക് യുദ്ധമുറകളിലൂടെ തങ്ങളുടെ സൈന്യത്തിന് തത്സമയ പരിചയം നേടാനും ഉത്തര കൊറിയയ്ക്ക് ഇതിലൂടെ സാധിക്കും. ചുരുക്കത്തിൽ യുക്രൈൻ യുദ്ധം ഇപ്പോൾ യൂറോപ്പിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, അത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ നിഗൂഢ ശക്തികളെ കൂടി ഉൾക്കൊള്ളുന്ന വലിയൊരു ആഗോള നിഴൽ യുദ്ധമായി മാറിക്കഴിഞ്ഞു. ഈ റഷ്യ ഉത്തര കൊറിയ അച്ചുതണ്ട് ലോക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കുകയാണ്. റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ഈ അതിശക്തമായ സൈനിക പങ്കാളിത്തം വരും നാളുകളിൽ ആഗോള സുരക്ഷയ്ക്ക് എത്രത്തോളം വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.